പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകൾ അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ലീഗ് ആദ്യഘട്ടത്തിൽ കൈമാറിയ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. ദുരന്തത്തിൽ ഉറ്റവരും സർവ്വവും നഷ്ടമായ 51 കുടുംബങ്ങളാണ് ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ പുതിയൊരു ജീവിതം ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളൊക്കെയും ചടങ്ങിനായി എത്തിയിട്ടുണ്ട്. ബെൻസൺ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്നും. ബെൻസൺ, ഗുഡ് ഈവനിങ്. പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. കാരണം 51 കുടുംബങ്ങൾ അവരിന്ന് ഒരു പുതുജീവിതം തുടങ്ങാൻ പോകുന്നു. തങ്ങളുടേതായ ഒരു ഇടത്ത് അവർ താമസിക്കാൻ പോവുകയാണ്. എപ്പോഴാകും ചടങ്ങുകൾക്ക് തുടക്കമാവുക ബെൻസൺ? സേതുലക്ഷ്മി, ഗുഡ് ഈവനിങ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 105 വീടുകളിൽ 51 വീടുകളുടെയാണ് നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായി. അവിടെ കുടുംബങ്ങൾ കയറി അവരുടെ താമസം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ തന്നെ അവരവരുടെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി വീട്ടിൽ താമസം ആരംഭിച്ചിട്ടുണ്ട്. ഈ 51 വീട്ടുകാരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു ചടങ്ങാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. വളരെ പരിമിതമായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം അവരുടെ പ്രൈവസിയെ മാനിച്ചത് കൊണ്ട് തന്നെയാണ്. വലിയ ആൾക്കൂട്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കളും മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഞാൻ ഈ നിൽക്കുന്ന വീടിൻ്റെ പേര് തന്നെ നമുക്ക് കാണാം, അച്യുതം എന്നാണ്. ഈ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീടുകളിൽ ഒന്നിൻ്റെ പേരാണ് അച്യുതം. അവിടെ നിരവധി ആളുകളുണ്ട്. അവിടെ എല്ലാവരും താമസിക്കുന്ന ആളുകളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നേരത്തെ നമ്മൾ ഒരുപാട് ആളുകളുമായി സംസാരിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. കുറച്ച് ചേട്ടാ, ഇവിടെ വീട് ഉള്ളതാണോ? പുറത്തുനിന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ തോന്നുന്നത് ഈ വീടുകളൊക്കെ കണ്ടിട്ട്? ജീവിത ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്ന അത്രയും വലിയൊരു വീട് കൂടൽ. അതായത് ഈ 51 വീടുകൾ, 105 വീടുകളിൽ 51 വീട് ഒരുമിച്ച് കൂടുന്നൊരു രംഗം ഓർക്കാൻ പോലും പറ്റാത്തൊരു അത് അത്രയും മനോഹരമായിട്ടും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. അതായത് ഇതിപ്പം ഇവർ കുറച്ച് അടുത്ത ബന്ധുക്കളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ വലിയ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പം അല്പകാലം മുമ്പ് മുസ്ലിം ലീഗിൽ ചേർന്ന ഞെരളത്ത് ഹരിഗോവിന്ദൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്ത് തോന്നുന്നു ഇതെല്ലാം കണ്ടിട്ട്? എന്താ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നില്ല? സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. മാധ്യമപ്രവർത്തകരായതിൽ അഭിമാനം തോന്നിയൊരു നിമിഷം നിങ്ങൾക്ക് തോന്നില്ല? അതുപോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രസ്ഥാനം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അതിന് മറ്റൊരാളെയും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ, മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ പ്രവൃത്തി കൊണ്ട് അത് പൂർത്തിയാക്കി അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എല്ലാവരും അവിടെ കയറി കൂടിയിട്ടുണ്ട്. അങ്ങനെ അവർ അവരുടെ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം കഴിഞ്ഞ 2 വർഷം മുമ്പ് എവിടെ നിന്നുപോയോ ആ ജീവിതം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവർ തിരിച്ചു പിടിച്ച് അവർ മുൻപോട്ട് പോവുകയാണ്. അതിനുള്ള എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണവും ഇവിടുത്തെ മറ്റാളുകൾ നൽകുന്നു, ജനങ്ങൾ നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അന്ന് ആ ഒരു ഇരുണ്ട രാത്രിയിൽ ആ മനുഷ്യർക്ക് ആ ജീവിതം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ അവിടെ എത്തി ഈ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർ ഇത്രയും സന്തോഷത്തോടെ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്കും അതൊരൽപ്പം സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ആശ്വാസം തരുന്ന, ഒരു അഭിമാനം നൽകുന്ന ഒരു അവസരം തന്നെയാണ് സേതുലക്ഷ്മി. തീർച്ചയായും ബെൻസൺ, നമ്മൾ അത് തന്നെയാണ് അവിടെ കാണുന്നതും. മുസ്ലിം ലീഗിന്റെ സ്നേഹ വീടുകളിൽ അല്പസമയത്തിനകം തന്നെ അവിടെ പാലുകാച്ചൽ ചടങ്ങൊക്കെ തുടങ്ങും. നമുക്ക് ആ ഘട്ടത്തിൽ വീണ്ടും ബെൻസൺ, വീണ്ടും ബെൻസണിലേക്ക് വരാം.